വീട്ടിലിരുന്നുകൊണ്ട് ഡിഗ്രി അല്ലെങ്കിൽ PG പഠിക്കാം. ഇഗ്നോ കോഴ്സുകൾക്കായുള്ള ഫുൾ സപ്പോർട്ട് ഇനി മലയാളത്തിലും. 13 UG പ്രോഗ്രാമുകൾ, 2 PG പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. ഹായ് ഹലോ, ഇഗ്നോ ഹെൽപ്പ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സോ ഇന്ന് ഞാൻ ഒരു അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീണ്ടും നമ്മുടെ അഡ്മിഷൻ്റെ ഡേറ്റുകൾ, ഫ്രഷ് അഡ്മിഷൻ്റെ ഡേറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതും PG ആൻഡ് UG പ്രോഗ്രാമുകളുടെ. ഓക്കെ, സോ അത് എത്ര വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതെന്നുള്ള വിവരം നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. സോ ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇപ്പോഴും അഡ്മിഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബേസിസിലാണ് ഇങ്ങനെ ഡേറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോഴും അതായത് അഡ്മിഷൻ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഫ്രണ്ട്സ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ തന്നെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം അലേർട്ട്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഫ്രഷ് അഡ്മിഷൻ ഫോർ PG ആൻഡ് UG പ്രോഗ്രാം ബോത്ത് ഓൺലൈൻ ആൻഡ് ODL മോഡ് എക്സെപ്റ്റ് സർട്ടിഫിക്കറ്റ് ആൻഡ് സെമിസ്റ്റർ ബേസ്ഡ് പ്രോഗ്രാം ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ് ടിൽ 20th October 2022. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും, ODLൻ്റെയും ഓൺലൈൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടാണ് വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ലിങ്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ ഇതിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, July 2022 അഡ്മിഷൻ സൈക്കിൾ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ എക്സെപ്റ്റ് സർട്ടിഫിക്കറ്റ് ആൻഡ് സെമിസ്റ്റർ ബേസ്ഡ് പ്രോഗ്രാം 20 October 2022. അതായത് ഈ വരുന്ന 20-ാം തീയതി, ഇന്ന് 10 കഴിഞ്ഞ് 11 അല്ലേ, 10-ാം തീയതി വരെയായിരുന്നു ലാസ്റ്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ 20-ാം തീയതി വരെ ഡേറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും പേയ്മെൻറ്റ് വരെ എത്തി നിൽക്കുന്നവരോ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നവരോ ഒക്കെ തന്നെ എന്ത് ചെയ്യുക, വേഗം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമുകൾ അയച്ചു തുടങ്ങുക. ഓക്കെ, അപ്പം ഇപ്രാവശ്യം ഒരുപാട് ഇങ്ങനെ എക്സ്റ്റൻഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒത്തിരി പുതിയ അഡ്മിഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളിപ്പം അതായത് ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞ് ഉടൻ തന്നെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറും കാര്യങ്ങളും ഒന്നും വരില്ല. നിങ്ങളതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഒരുപാട് പേര് നമ്മളോട് മെയിലൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താണ് നമുക്ക് ഇപ്പോഴും എൻറോൾമെൻറ്റ് നമ്പർ കിട്ടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട്. സോ അത് മറ്റൊന്നും കൊണ്ടുമല്ല, ഒരുപാട് പുതിയ അഡ്മിഷനുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് പതുക്കെയാണ് ഇവർ എൻറോൾമെൻറ്റ് നമ്പറുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മെയിലുകൾ ചെക്ക് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടാവും. അതിൽ കയറിയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സമ്മറി നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് നമ്പറിന് മുമ്പാണ് നിങ്ങൾക്ക് സമ്മറി എടുക്കാൻ സാധിക്കുന്നത്. എൻറോൾമെൻറ്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കാൻ സാധിക്കുന്നതാണ്. സോ അഡ്മിഷൻ സ്റ്റാറ്റസിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ അടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ID കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ തന്നെ നിങ്ങൾ പോയി കാണുക. ഓക്കെ, പ്ലേലിസ്റ്റിൽ തന്നെ എല്ലാം തന്നെ അവൈലബിൾ ആണ്. സോ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഇതുമായി റിലേറ്റഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമുകൾ അയച്ചു തുടങ്ങുക. 20-ാം തീയതി വരെ നിങ്ങൾക്ക് സമയം നീട്ടി തന്നിട്ടുണ്ട്. 10 ദിവസം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് സമാധാനമായിട്ട് ഇനി ഇരുന്ന് ആപ്ലിക്കേഷനുകൾ അയക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് അറിയാവുന്നവരാരെങ്കിലും തന്നെ ഇതുപോലെ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവരോടും നിങ്ങൾ സജസ്റ്റ് ചെയ്യുക ഇഗ്നോ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ട്. നിങ്ങൾ ഈ ചാനൽ അവരെ അറിയിക്കുക. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇഗ്നോയിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ടൈമിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇതുമായി റിലേറ്റഡ് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.